ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷു സ്റ്റോറീസിലോട്ട് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഡൗട്ടാണ് ഈ താഴെ കൊടുത്ത നമ്പർ എന്തിനാണ് എന്നുള്ളത്. അപ്പോൾ ഈ താഴെ കൊടുത്ത നമ്പർ എന്തിനാണെന്ന് വെച്ചാൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നത് എന്നോട് നല്ല രീതിയിൽ മിണ്ടാനും എന്നോട് പിന്നെ വീഡിയോ കോള്, വീഡിയോസ്, ഗേൾസ് ചാറ്റിങ് ഇതുപോലുള്ള കഥകൾ, ഞാൻ പറയുന്ന കഥകൾ, അതായത് പൊതുവെ യൂട്യൂബിലിടുന്ന എല്ലാവരും കഥകളൊന്നും പച്ചക്ക് പറയത്തില്ല. കാരണം യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് നമ്മുടെ പച്ചക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഒന്നെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യും. എങ്ങനെ എൻ്റെ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇതുപോലുള്ള കഥകൾ ഒരിക്കലും പച്ചക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ നമ്പർ ഞാൻ എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കാനും പിന്നെ വീഡിയോ കോള്, വീഡിയോസ്, ഗേൾസ് ചാറ്റിങ് ഇതുപോലുള്ള കഥകൾ പച്ചക്ക് കേൾക്കാൻ. അപ്പോൾ ഇത് വെറുതെ ഫ്രീ ഒന്നല്ല, 500 രൂപ പേ ചെയ്ത്, അതായത് ഇതിലോട്ട് ആ വാട്സപ്പ് നമ്പറിൽ കോൾ ചെയ്താൽ കോൾ കിട്ടത്തില്ല, വാട്സപ്പ് മാത്രമാണ്. ആ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ഹായ് എന്നിട്ടാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്കാനർ അയക്കുന്നതായിരിക്കും. അതിൽ 500 രൂപ പേ ചെയ്താൽ നിങ്ങളെ ഞാനൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആ ഗ്രൂപ്പ് വെറും ഒരു മാസത്തേക്കോ ഒരു ദിവസത്തേക്കോ ഒന്നുമല്ല. അതിൽ വീഡിയോ കോൾ 45 മിനിറ്റ് ഉള്ളതാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെറും ഒരു മാസത്തേക്ക് മാത്രമല്ല, 6 മാസത്തേക്ക് തുടർച്ചയായിട്ടുള്ള ഗ്രൂപ്പാണ്. പിന്നീട് കുറേ പേര് എനിക്ക് മെസ്സേജ് എന്നോട് പറയും, നീ ആദ്യം ഡെമോ ഇട്, നീ ആദ്യം ശരിക്കും ഒന്ന് വീഡിയോ കോളുക, നീ ഒന്ന് ഓഡിയോ കോളുക, നീ ഒന്ന് കോൾ എടുക്കുക, നീ ഒന്ന് നല്ല രീതിയിൽ മെസ്സേജ് അയക്കുക, എന്നിട്ട് മാത്രം ഞാൻ പേ ചെയ്യാം. അങ്ങനെയുള്ളവർ എനിക്ക് പേ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഞാൻ പറയുന്നത് ഞാനൊരു സർവീസിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ പേ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ആ സർവീസ് ആരംഭിക്കത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇന്നലെ കുറേ പേര് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ എടുക്കുക. അങ്ങനെ ഞാൻ ഒരു സെക്കൻഡൊക്കെ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്നും പറ്റത്തില്ല എന്ന് വെച്ചാൽ പറ്റത്തില്ല. ചില പേര് എനിക്ക് മെസ്സേജ് പറയുന്നു, നീ ഒന്ന് വീഡിയോ കോൾ ഇടുക, ഇല്ലെങ്കിൽ ഒരു ഡെമോ പിക്ക് ഇട്, നിന്റെ ഫേസ് കാണിക്കേ. എടോ, കസ്റ്റമർ അല്ലാത്ത ആർക്കും തന്നെ എനിക്ക് എൻ്റെ പേഴ്സണൽ ഫോട്ടോസോ വീഡിയോസോ ഒട്ടും തന്നെ അയച്ചു തരാൻ പറ്റത്തില്ല. പിന്നീട് കുറേ പേര് എനിക്ക് മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, താൻ ഈ 2 ദിവസം കഴിയുമ്പോഴല്ലേ ഓൺലൈനിൽ വരുന്നത്, ആ തന്നെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും, എങ്ങനെ ഇതൊക്കെ ചെയ്യും? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് പേ ചെയ്ത എല്ലാവർക്കും ഞാൻ വേറൊരു വാട്സപ്പും വേറൊരു നമ്പറും കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതെന്ന് പറയുന്നത് ഞാൻ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയ ഒരു നമ്പറാണ്, ഒരു സിമ്മാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആക്റ്റീവ് ഉണ്ടാവത്തില്ല. എനിക്ക് കസ്റ്റമറെ കിട്ടിയ ആ സ്പോട്ടിൽ തന്നെ, എനിക്ക് പേ ചെയ്ത ആ സ്പോട്ടിൽ തന്നെ ഞാൻ നമ്പർ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ നമ്പറിൽ അവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. ആ വാട്സപ്പിൽ മാത്രമേ ആ ഡെയിലി ആക്റ്റീവ് ഉള്ളൂ. അല്ലാതെ ഈ യൂട്യൂബിൽ കൊടുക്കുന്ന നമ്പറിൽ ഞാൻ ആക്റ്റീവ് ഉള്ള ടൈമിൽ എനിക്ക് പേ ചെയ്താൽ അപ്പം തന്നെ ഞാൻ ഉടനെ തന്നെ എൻ്റെ വേറെ നമ്പർ അയക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞാനൊരു സ്കാനർ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിലോട്ട് 500 രൂപ പേ ചെയ്താൽ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവരും കേട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെയുള്ള വേറൊരു ഉഗ്രം കിടുക്കാച്ചി കഥയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. എന്താന്ന് വെച്ചാൽ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിന് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒരു ലവ് ആയിരുന്നു. അതായത് ഒരു മാസം ഒരു ലവ് ആയിരിക്കും, പിറ്റേത്തെ മാസം വേറൊരു ലവ് ആയിരിക്കും, അതിൻ്റെ അപ്പുറത്തെ മാസം വേറൊരു ലവ് ആയിരിക്കും. അവൾക്ക് ഇന്നേ വരെ ഒരു ലവ്, അതായത് ഒരു 4-5 കൊല്ലമൊന്നും എല്ലാവരും കാണുന്നില്ലേ, ഒരു ലവ് 4-5 കൊല്ലം, 6-7 കൊല്ലം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഓരോ മാസം ഓരോ ലവ് ആയിരുന്നു. അപ്പോൾ അവളുടെ കൂടെ അവളുടെ എല്ലാ കാര്യം അറിയുന്നതായിട്ട് ഒരാൾ ഞാൻ മാത്രമായിരുന്നു. അവൾ എന്നോട് എല്ലാ കാര്യവും പറയും. ഇതൊക്കെ കേട്ട് ആസ്വദിക്കാണ്ടല്ലാതെ എനിക്ക് വേറെ ഒന്നും വഴിയില്ല. എനിക്ക് ലവ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡീസന്റ് പക്കാ തറവാടത്തുള്ള ഒരു പെണ്ണായിരുന്നു ഏതുവരെ. നമുക്ക് അതിലോട്ട് കിടക്കാം. എന്താന്ന് വെച്ചാല് അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഒന്ന് കൂച്ചിന് വരണം. ഞാനായിരുന്നു അവളുടെ അവളുടെ എല്ലാ ആവശ്യത്തിനും അവളെ കൂടെ ഞാൻ പോവാറുണ്ടായിരുന്നു. പെട്ടെന്ന് അവള് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇടി മറ്റന്നാ ഞായറാഴ്ച ഒരിടത്ത് പോവാനുണ്ട്, നീ എന്തായാലും വരണം. കാറിൽ ഞാൻ എൻ്റെ പയ്യനെ കാണാൻ വേണ്ടി പോവുകയാണ്, നീ എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ എനിക്ക് ഞായറാഴ്ച ആണെങ്കിൽ ഒന്നും പണിയുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതായിരുന്നു, ഞായറാഴ്ച എവിടെ പോകും, എന്ത് ചെയ്യും. അപ്പോഴായിരുന്നു ഇവളെ വിളിച്ചത്. എനിക്കാണെങ്കിൽ കാറിലൊക്കെ പോകുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അതായത് അവർ രണ്ടുപേരും അവിടെ ഫ്രണ്ടിൽ സംസാരിക്കും, ഞാനാണെങ്കിൽ ബാക്കിലിരുന്ന് കാറിൻ്റെ ജനാലിലൂടെ ആ കാറ്റും, ഞാൻ വിചാരിച്ചു അതായത് ഹെഡ്സെറ്റൊക്കെ എടുക്കാം, ബാക്കിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു ഡ്രൈവർ, അതായത് ഞായറാഴ്ച അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞു, ആ പറ, എന്താ?
അതായത് അവന്റെ കൂടെ, അതായത് എന്നെ കാണാൻ വരുന്ന എന്റെ പയ്യന്റെ കൂടെ വേറൊരു പയ്യനും കൂടെ ഉണ്ട്. അവനായിരിക്കും കാർ ഓട്ടുന്നത്. പിന്നെ നമ്മൾ രണ്ടുപേരും ബാക്കിലിരിക്കും. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു, അയ്യോ അപ്പൊ ഞാനോ? നീ ഫ്രണ്ടിൽ ഇരിക്കേണ്ടി വരും. അവനെ മൈൻഡ് ഒന്നും ചെയ്യണ്ട, നീ ഹെഡ്സെറ്റ് ഇട്ട് പാട്ടൊക്കെ കേട്ടോ, അവൻ ഡ്രൈവ് ചെയ്യും, നമ്മൾ രണ്ടുപേരും ബാക്കിലിരിക്കും, പ്രശ്നമൊന്നുമില്ല. അത് പറഞ്ഞത് എവിടെ നിന്നാണ്? ഞാൻ റെഡി ആയിട്ട് വന്നിട്ട് നമ്മൾ അവിടെ കാറിന് ബസ് സ്റ്റാൻഡിൽ അവനെ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് ഇവളുടെ വേറൊരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ നല്ല എക്സൈറ്റ് ആയിരുന്നു. പെട്ടെന്ന് അവൾ കഥയൊക്കെ പറഞ്ഞു. ഞാൻ ഒരു വിധത്തിൽ ഓക്കെ സമ്മതിച്ചു. പെട്ടെന്നായിരുന്നു കാറ് വന്നത്. കാറ് വന്നിട്ടാകുമ്പോൾ ഫുള്ളും കൂളിംഗ് ഉള്ള കാറായിരുന്നു. അതായത് പുറത്തോട്ട് ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ അവൾ വേഗം തന്നെ എന്നോടൊരു അക്ഷരം പറയാണ്ട് പിറകിലോട്ട് കയറി. ഞാനാണെങ്കിൽ അവിടെ നിന്നതുപോലെ സ്റ്റക്കായി. പെട്ടെന്നായിരുന്നു ആ വിൻഡോ താത്തിയത്. എന്നിട്ട് എന്നോട് നോക്കി ഒരു പയ്യൻ. ആ പയ്യനെ കണ്ട ഉടനെ എന്റെ കിളി പാറി. കാരണം അമ്മാതിരി എനിക്ക് കണ്ടപ്പോ തന്നെ എനിക്കാണെങ്കിൽ അവനെ കണ്ടപ്പോ തന്നെ ഒരിഷ്ടം തോന്നി. നല്ല പാട്ടും നല്ല എസിയും. അവൻ പറഞ്ഞു വേഗം വാ കേറ്, ആരും കാണല്ലേ. അവൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ വേഗം തന്നെ ഡോറ് തുറന്ന് കയറി. അങ്ങനെ അവൻ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്. ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഫസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. അതായത് ഞാൻ പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങി. പിന്നെ അവൻ പറഞ്ഞു നീ എന്തിനാ പാട്ട് കേൾക്കുന്നത്, നമുക്ക് കാറിൽ പാട്ട് വെക്കാലോ. അങ്ങനെ അവൻ കാറിൽ പാട്ടൊക്കെ വെച്ചു. പിന്നീട് എനിക്ക് ഹെഡ്സെറ്റ് ഇടാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം കാറിന്റെ പാട്ടും ഈ പാട്ടൊക്കെ ആവുമ്പോൾ തലവേദന എടുക്കും. അങ്ങനെ ഞാൻ ഹെഡ്സെറ്റ് ഒക്കെ ഊരി. പെട്ടെന്ന് പിറകിൽ നിന്നും എന്തൊക്കെയോ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. കാരണം നിങ്ങൾക്കറിയാമല്ലോ കപ്പിൾസ് ആയിട്ട് പോയാലുള്ള അവസ്ഥ. അങ്ങനെ സെയിൽകെട്ട് ഞാനും അവനും മുഖം നോക്കാൻ തുടങ്ങി. അതായത് എന്തൊക്കെയാ ബാക്കിൽ നടക്കുന്നത്. എനിക്ക് ഇവനാണെങ്കിൽ നാണക്കേടാണ്. അതായത് രണ്ടുപേർ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇവർക്ക് ബാക്കിലുള്ള രണ്ടുപേർക്കാണെങ്കിൽ ഒരു ബോധവും ഇല്ല. ഫ്രണ്ടിൽ ഇതുപോലെ രണ്ടുപേര് ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന അവനോട് പറഞ്ഞു, അതായത് എൻ്റെ ചെങ്ങായിയുടെ ചെക്കൻ പറഞ്ഞു ഡാ ആ സാധനം എടു. അങ്ങനെ പെട്ടെന്ന് അവൻ അവിടെ നിന്ന് ഒരു സാധനം എടുത്ത് കൊടുക്കുമ്പോൾ ആ സാധനം കണ്ട് എൻ്റെ കിളി പോയി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. എനിക്കിതിൽ പറയാൻ പറ്റത്തില്ല, എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ അവൻ ആ സാധനമൊക്കെ കൊടുത്തു. ഞാൻ ഒരു CM എന്ന് പറയാം, അതായത് സേഫ്റ്റി. അപ്പൊ തന്നെ എൻ്റെ കിളി പോയി. എന്തുവാ ഇത്? അവന്റെയും കിളി പോയി. അതോ കാറുന്നോ? രണ്ടുപേർക്കും എന്ത് പറയണം എന്നറിയത്തില്ല. അവൻ പെട്ടെന്ന് എൻ്റെ മുഖം നോക്കി ചിരിച്ചു. പിന്നീട് ബാക്കിന്ന് സൗണ്ട് കൂടുന്തോറും നമുക്ക് പാട്ടിന്റെ സൗണ്ട് കൂട്ടേണ്ടി വന്നു. എന്തായാലും സൗണ്ട് ഒരിക്കലും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെയും എന്റെയും പോയിട്ടുണ്ടായിരുന്നു. വേറെ വഴിയില്ലാത്തതിനാൽ അവർ രണ്ടുപേരും ചെയ്യുന്നതിന്റെ 10 ഇരട്ടിയായിരുന്നു നമ്മൾ രണ്ടുപേരും ഫ്രണ്ടിൽ നിന്ന് ചെയ്യുന്നത്. കാരണം എന്റെയും പോയിട്ടുണ്ടായിരുന്നു, അവന്റെയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ബാക്കിലാണെങ്കിൽ ഒടുക്കത്തെ സൗണ്ട്. നമ്മൾക്കൊരു വീഡിയോസ് നോക്കുമ്പോൾ തന്നെ പറയണ്ടല്ലോ. അപ്പൊ അത് നേരിട്ട് കാണുന്ന നമ്മളുടെ അവസ്ഥയോ. എനിക്കാണെങ്കിൽ ഇതൊന്നും പച്ചക്ക് പറയാൻ പറ്റത്തില്ല. കാരണം യൂട്യൂബാണ്, എപ്പോൾ വേണമെങ്കിൽ നമ്മളെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിലുള്ള അതേ കാര്യമാണ് പരിചയമില്ലാത്ത നമ്മ രണ്ടുപേരും ഫ്രണ്ടിൽ നിന്നും. അങ്ങനെ പിന്നെ ഞാൻ ഇവനും ലവ് ഒക്കെ ആയി. ഇവർ രണ്ടുപേരില്ലാതെ നമ്മൾ രണ്ടുപേരൊക്കെ കാറിലൊക്കെ പോയി. പിന്നീട് റൂമും ഒക്കെ തന്നെ അടിപൊളി ലൈഫായിരുന്നു. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ സ്കാനർ ഇടും, അതിലോട്ട് പേ ചെയ്താൽ നിങ്ങളെ ഞാൻ നല്ല രീതിയിൽ. പിന്നീട് മെമ്പർഷിപ്പിൽ ഇതുപോലുള്ള കഥകൾ ഞാൻ പച്ചക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും മെമ്പർഷിപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.